ഒരു ഹെലികോപ്റ്റർ എന്ത് വില ഉണ്ടാവും? ഒരു ഹെലികോപ്റ്ററിന് $4.5 million. ഒരു മില്യൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൊല്ലത്ത് 9 കോടി രൂപ വരും. 9 കോടി രൂപ വരും. 9 കോടി. എങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ്? അല്ല, 9 കോടി ഇൻറ്റു 5 കൂട്ടാം. അപ്പൊ ഏകദേശം ഒരു ടൈം ഫ്യൂവലിൽ എത്ര ഇതൊരു 1.5-2 മണിക്കൂറൊക്കെ നമുക്ക് പറക്കാൻ വേണ്ടി പറ്റും. തൈവാനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഹെലികോപ്റ്ററും ഹൈ എൻഡ് കാറുകളിലൊക്കെ ഒരുപാട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഇവർക്ക് ഒരു ടെസ്റ്റ് റണ്ണിനുള്ള ഒരു ഹെലികോപ്റ്റർ ഇവരുടെ ഷോറൂം ഇവരുടെ സ്ഥലത്തുണ്ട്. ABC ടോക്കിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഇന്തോനേഷ്യൻ വ്യവസായി ബെന്നി വാഴപ്പിള്ളാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ AVT പ്രീമിയം ടീ. സ്വാഗതം ബെന്നി ചേട്ടാ. നമസ്കാരം. ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇത്തരം ചില ചർച്ചകളിൽ അങ്ങേപ്പോലുള്ള ആൾക്കാർ ഇരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ കഴിയും. അങ്ങയുടെ മുൻപത്തെ ഒരു FB പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. എന്താണ് ആ FB പോസ്റ്റ് എന്ന് ചോദിച്ചാൽ ഹെലികോപ്റ്റർ വാങ്ങാൻ പോയ കഥയാണ്. ഒരുപക്ഷെ ഇതൊരു പൊങ്ങച്ച സംസാരമായി പ്രേക്ഷകർ കാണരുത്. ഇത് ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഹെലികോപ്റ്റർ വാങ്ങാൻ കഥ ഞാൻ തന്നെ പറഞ്ഞു. അത് ഞാൻ പോയൊരു പെടൽ പെട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഈ മൈനിങ്ങിൽ ഒരു റണ്ണിങ് അത് ഓപ്പറേറ്റിംഗ് പാർട്ട്ണർ ഉണ്ട്. ഇപ്പം ഞങ്ങൾ ഈ ജക്കാർത്തയിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുമാത്രയിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ മൈനിങ് ഓപ്പറേഷൻ നടക്കുന്ന ഒരു സ്ഥലം ബംഗളൂരു എന്ന് പറഞ്ഞൊരു പ്രൊവിൻസിൽ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അവിടെ നിന്ന് ഞങ്ങളൊരു 6 മണിക്കൂർ കാറിന് സിഗ്സാഗ് റോട്ടിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങളുടെ മൈനിങ് ലൊക്കേഷൻ എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ ഓരോ ഷിപ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഫോറിൻ ബയേഴ്സൊക്കെ വരും. അവരെ നമ്മൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോരണം. ഇപ്പോൾ ഈ 6-12 മണിക്കൂർ നമ്മൾ എങ്ങനെ ഓടിയാലും എത്തത്തില്ല. പിന്നെ അന്നൊക്കെ ആ ഒരു സാഹചര്യത്തിലൊക്കെ അവിടെ വളരെ ഈ പറഞ്ഞ പോലെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഹോട്ടൽസ് ഒന്നുമല്ല, 5 സ്റ്റാർ ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ഒരു 3 സ്റ്റാർ അങ്ങനെയുള്ള ഹോട്ടൽസ് ഒക്കെ. ഏത് വർഷത്തെ കഥയാണ്? കഴിഞ്ഞല്ല പോസ്റ്റ് കോവിഡ് കഴിഞ്ഞ പടി. അപ്പം അതേ സമയത്ത് 2021-22 അതെ. അപ്പം പുള്ളി എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കാൻ തുടങ്ങി, നമുക്കൊരു ഹെലികോപ്റ്റർ മേടിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു എനിക്കും ഈ പറഞ്ഞ പാർട്ട്ണർ ഇന്ത്യക്കാരനാണോ? അല്ല അയാൾ അവിടുത്തെ. അപ്പൊ അയാള് റോക്കി ബായുടെ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അയാൾ പറഞ്ഞു നമുക്ക് ഈ ഗസ്റ്റുകളൊക്കെ നമ്മുടെ ബയേഴ്സ് ഒന്നും നമ്മൾ അങ്ങോട്ട് വരാൻ വേണ്ടി വിമുഖത കാണിക്കുന്നുണ്ട് സാറേ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഹെലികോപ്റ്റർ മേടിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം, പക്ഷെ വന്നിട്ട് അത് ഗ്രാജുവലി അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി. പുള്ളിയുടെ ബില്ലിൽ പുള്ളി അതിനെ ചാർജ് ചെയ്ത് കൊണ്ടുകൊള്ളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അപ്പോൾ എനിക്ക് ഉപയോഗിക്കാമല്ലോ. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ. എന്നാൽ ഞങ്ങൾ അങ്ങനെ കമ്പൈൻഡ് ആയിട്ട് ഡിസിഷൻ എടുത്തൊരു ഹെലികോപ്റ്റർ മേടിച്ചേക്കാം. ഈ ബെൽ 505 എന്ന് പറഞ്ഞിട്ട് ഒരു കനേഡിയൻ US കമ്പനിയുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അന്ന് കൊണ്ട് ഓർഡർ കൊടുത്തു, ബാങ്കിൽ കൂടെ മുഴുവൻ പൈസയും കൊടുത്തു, ഈ കാശെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഒരു ഹെലികോപ്റ്ററിന് എന്ത് വില ഉണ്ടാവും? ഒരു ഹെലികോപ്റ്ററിന് $4.5 million. $4.5 million എന്ന് പറഞ്ഞാൽ പല വിലയുടെ കാര്യങ്ങളുണ്ട്. നമ്മുടെ 9 കോടി വരും അല്ലേ? ഏകദേശം ഒരു മില്യൺ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൊല്ലത്ത് 90 എത്രയാണ്? 9 കോടി രൂപ വരും. അതെ, 9 കോടി രൂപ വരും. 9 കോടി. എങ്ങനെയാണ് ഇതിന്റെ തെരഞ്ഞെടുപ്പ്? അല്ല, 9 കോടി ഇൻറ്റു 5 കൂട്ടാം. അപ്പൊ ഏകദേശം 50 കോടി രൂപ. അതെ അല്ലേ? 50 കോടി രൂപയോളം ഇന്ത്യൻ മണി ഒരു ഹെലികോപ്റ്ററിന് വിലയുണ്ട്. അപ്പം ഇതൊരു നോർമൽ സിംഗിൾ എഞ്ചിൻ ഹെലികോപ്റ്റർ ആണോ? ഇത് ഒരു 1+3 സീറ്ററാണ്, അല്ല 1+2 സീറ്ററാണ്. അത് ഫ്രണ്ടിൽ പിന്നെ പൈലറ്റും ബാക്കിൽ 2 ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹെലികോപ്റ്ററാണ് നമ്മൾ ബെൽ 505 എന്ന് പറഞ്ഞ്. അതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് രഹിതമായിട്ട് ഏറ്റവും കൂടുതൽ മേഖലകളിൽ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്തത്. പിന്നെ പൈസ ഒരു വലിയ ഫാക്ടറാണ്. ഇതിനേക്കാൾ ലോ പ്രൊഫൈൽ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ഇതിനേക്കാളും ലോ പ്രൊഫൈലും ഉണ്ട്, ഇതിനേക്കാളും ഹൈ പ്രൊഫൈലും ഉണ്ട്. ഇപ്പം നമ്മുടെ രവി പിള്ള സാറും ജോസഫ് അലി സാറൊക്കെ ഉപയോഗിക്കുന്ന ബോയിങ് എയർബസിൻ്റെ കമ്പനികളുടെയൊക്കെ പിന്നെ ചോപ്പേഴ്സാണ്. അതിനൊക്കെ ഭയങ്കര വില, ഒരു എനിക്ക് 100 കോടി രൂപ 150 കോടി രൂപയൊക്കെ വിലയുള്ളതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മളൊരു സാധാരണക്കാരനായതുകൊണ്ട് നമ്മളൊരു ചെറിയ വിലയുടെ ഒരു ഹെലികോപ്റ്റർ മേടിക്കാൻ ഹെലികോപ്റ്റർ 50 കോടി രൂപയാണ്. ഇത് നമുക്കിതൊരു വലിയ കൗതുക കഥയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തു. അപ്പൊ പിന്നെ ഹെലികോപ്റ്ററിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയി. അപ്പൊ ഹെലികോപ്റ്റർ ഇന്ന് വരും നാളെ വരും. നമ്മളിപ്പോൾ ഒരു കാർ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ, ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ അതിനിടയ്ക്ക് ഒരു ഓസ്ട്രേലിയക്കാരനായിട്ട് ഒരു പൈലറ്റിനെ അപ്പോയിന്റ് ചെയ്തു. പിന്നെ ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാനുള്ള അവിടുത്തെ ലോക്കൽ എയർപോർട്ടിൽ പാർക്കിംഗ് അറേഞ്ച്മെന്റ്സിന്റെ പേപ്പേഴ്സ് എല്ലാം അവിടെ പ്രോസസ്സ് ചെയ്ത് ഹെലികോപ്റ്റർ മാത്രം വരുന്നില്ല. പിന്നെ അവസാനം ഇവരുമായിട്ട് കുറേ എഴുത്തുകൊടുത്തും കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഈ നമ്മുടെ അന്നത്തെ സെമി കണ്ടക്ടർ
കണ്ടക്ടേഴ്സ്. നമ്മൾ തൈവാനാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതേപോലത്തെ എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും ഹെലികോപ്റ്ററും ഹൈ എൻഡ് കാറുകളിലൊക്കെ ഒരുപാട് സെമി കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഭയങ്കരമായിട്ട് ഷോർട്ടേജ് വന്ന ഒരു കാലഘട്ടമായിരുന്നു പോസ്റ്റ് കോവിഡ്. ഒത്തിരി ഫാക്ടറികൾ 2 വർഷമൊക്കെ അടഞ്ഞു കിടന്ന് തുറന്നതുകൊണ്ട് അപ്പോൾ ഇവർക്ക് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർക്ക് ഒരു ടെസ്റ്റ് റണ്ണിനുള്ള ഒരു ഹെലികോപ്റ്റർ ഇവരുടെ ഷോറൂം ഇവരുടെ സ്ഥലത്തുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യും സാർ, അത് കൊണ്ടുപോയിട്ട് യു സ്റ്റാർട്ടഡ് യൂസിങ് ഇറ്റ്, ഞങ്ങൾ പുതിയ സാധനം വരുമ്പോൾ ഇതിനെ തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോഴത്തേനും ഈ സാധനം എടുത്തിട്ട് ഞങ്ങൾ വന്നു, നമ്മളത് യൂസ് ചെയ്യാൻ പറയും. ഞാൻ ആദ്യത്തെ പരീക്ഷണ പറക്കിൽ രാജാവിനെ പുറത്തേക്ക് കയറിയിരുന്നു, കോട്ടിയും സോക്കിട്ടൊക്കെ ഇട്ട്. എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങൾ സുമാത്രയിൽ നിന്ന് ഞങ്ങളുടെ മൈനിങ് സൈറ്റിലേക്ക്. കാരണം അത്രയേ ഉള്ളൂ. കാരണം അല്ലാതെ നിങ്ങളൊരു ഓഷൻ കിടക്കാനുള്ളൊരു ഇതൊന്നുമില്ല, അത്രയും കേപ്പബിൾ അല്ല. ഒരു അല്ലെങ്കിൽ തന്നെ ഹെലികോപ്റ്റർ കൊണ്ട് നമ്മളൊരു അല്ലെന്നുണ്ടെങ്കിൽ മിലിറ്ററി ഹെലികോപ്റ്റർ ഒക്കെ ആയിരിക്കണം ഓഷനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത്. അല്ല, എത്ര സമയം പറക്കാൻ പറ്റും? എങ്ങനെ ഒരു ടൈം ഫ്യൂവലിൽ എത്ര പറക്കാൻ? ഇതൊരു 1.5-2 മണിക്കൂറൊക്കെ നമുക്ക് പറക്കാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിത് അതുകൊണ്ട് ഞാൻ ആദ്യം പോയി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇത് ഞങ്ങളുടെ മൈനിരിക്കുന്ന ചുറ്റോട് ചുറ്റും കാടാണ്, ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഗ്രാമമാണ്. നമുക്ക് ആകെ ഗ്രാമത്തിൻ്റെ സ്ഥലത്തോട് ചെന്നിട്ട് മാത്രമേ നമുക്ക് അതിലേക്ക്, അങ്ങനെയാണ് നമ്മുടെ ഒരു എൻട്രി. അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ ഈ സുമാത്രയിലെ വീടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. സുമാത്രയിലെ വീടുകളെല്ലാം സിങ്ക് മേൽക്കൂരയുള്ള വീടുകളാണ്. കാരണം അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ ഒരുപാട് ഭൂകമ്പങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ മനുഷ്യന് ജീവൻ അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയാണ് സിങ്ക് ഷീറ്റുകൾ ഉപയോഗിച്ചത്. ഞങ്ങൾ ഹെലികോപ്റ്റർ കൊണ്ട് ഇതിന്റെ മുകളിൽ കൂടെയാണ് പറഞ്ഞത് അവിടെ ചെന്ന് ലാൻഡ് ചെയ്യാൻ. സിങ്ക് വെയിറ്റ്ലെസ് ആണല്ലേ? സിങ്ക് വെയിറ്റ്ലെസ്, നമ്മുടെ സാധാരണ അലുമിനിയം തകര ഷീറ്റില്ലേ, അതിനാണ് പറയുന്നത്. ആ വെറും തകര ഷീറ്റ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ അലുമിനിയം ഷീറ്റും അല്ല, തകര ഷീറ്റ്. അതിന് പണ്ട് വന്നിരുന്ന സാധനം. അപ്പോൾ അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിലേക്കൂടെ പറക്കാൻ വേണ്ടി 27 വീടിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് പറന്നുപോയി. 27 വീട്. അപ്പോൾ ചെറിയ ചെറിയ വീടുകളാണ്. അപ്പോൾ ഈ സംഭവം എന്താ സംഭവിച്ചതെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. നമ്മൾ ആരും ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അപ്പം അവർ എന്നിട്ടേനും ഗ്രാമവാസികളായി വന്നു, അവരുമായിട്ടുള്ള മീറ്റിംഗ് ആയി, പരിപാടിയായി. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മളതിനെ കോമ്പൻസേറ്റ് ചെയ്തേക്കാം. കാരണം നമുക്ക് സ്ഥിരമായിട്ട് അത് ഇറക്കണം. അപ്പം നമ്മൾ 27 വീട്, അതാണ് ഞങ്ങളുടെ റൂട്ട്. 27 വീടിനെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് തന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പം വലിയ കോസ്റ്റ്ലി എന്നുള്ള സാധനമല്ല, അവിടുത്തെ എല്ലാം കുഞ്ഞു കുഞ്ഞു വീടുകൾ, നമ്മുടെ പോലെ കൊട്ടാര വീടുകൾ, ചെറിയ വീടുകൾ. അപ്പോൾ ചെയ്തു തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവർക്കെല്ലാം സന്തോഷമായി, ആയിക്കോട്ടെ സാർ എന്ന് പറഞ്ഞു. ഞാൻ എല്ലാം ഒരു എഗ്രിമെൻ്റ് എല്ലാം സൈൻ ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഉണ്ട് ഇവർ ഈ ഗ്രാമ തലവനും അവരുടെ ഈ ഓരോ ഗ്രാമത്തിനുമായിട്ടൊരു പാർലമെൻ്റ് ഉണ്ട്. അപ്പം ഗ്രാമത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു പാർലമെൻറ്റ്, ഗ്രാമസഭയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വീണ്ടും വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാറേ അത് 27 വീട് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലാകെ 300 ചില്ലുവാനം വീടുണ്ട്. ആ വീട് മുഴുവനും കൂടെ കോൺക്രീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു NV ഫാക്ടർ. അപ്പം നമ്മുടെ വീട് കോൺക്രീറ്റ് ചെയ്യുമ്പം അപ്പുറത്തെ തകരയുടെ മേൽക്കൂരയുള്ള താമസിക്കുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ടുണ്ടാകുന്ന ഒരു സംഭവം ആർക്കാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പെട്ടുപോയല്ലോ, ഇപ്പം എന്താ ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന് ഇവരുമായിട്ട് വീണ്ടും നമ്മൾ ലെറ്റർ കിട്ടി, എന്താണ് വരുന്നത്, ഞങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെലികോപ്റ്ററൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൂടുള്ള സ്ഥലത്ത് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടെങ്കിൽ അവർക്ക് ഹെലികോപ്റ്റർ കൊടുക്കണം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ അവർക്ക് ഹെലികോപ്റ്റർ കൊടുക്കണം. ഏതെങ്കിലും ഒരു പോലീസുകാരന് ഒരു എമർജൻസി ഓപ്പറേഷൻ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അവർക്ക് ഹെലികോപ്റ്റർ കൊടുക്കണം. ഈ ഫലത്തിലെന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഇമെയിൽ വന്നു, സാർ ദർ ഈസ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഡിലേ ഇൻ പ്രൊക്യൂറിങ് ദ സെമി കണ്ടക്ടേഴ്സ് ആൻഡ് മൈക്രോ ചിപ്സ്. അപ്പം വാട്ട് വി ആ സമയത്ത് നമ്മുടെ കയ്യിൽ മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടോ? ആ സാധനമുണ്ട്. അപ്പം വാട്ട് വി സജസ്റ്റ് ഈസ് ദാറ്റ് വി വിൽ റീഇംബേഴ്സ് യു ദ മണി. സോ വൺസ് ദ പ്രോഡക്റ്റ് ഈസ് റെഡി യു ക്യാൻ ടേക്ക് ഡെലിവറി ഡയറക്ട്ലി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ അതിന് എഗ്രി ചെയ്തിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കൊടുത്തു. അവരെ കാശ് മുഴുവൻ എനിക്ക് തിരിച്ചു തന്നു. ദൈവാധീനം എന്ന് പറയുന്നത് ഹെലികോപ്റ്റർ പറത്തി നോക്കാനും പറ്റി. ഈ സാധനം നേരെ കൊണ്ടുപോയി കൊടുത്ത് ഞാൻ അവിടുന്ന് തലയൂരി. പോയ വീടുകൾ എന്ത് ചെയ്തു? അത് നമ്മൾ പുനർനിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തില്ല, നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ പുനർനിർമ്മിച്ചു. ഞങ്ങൾ ഇനി അത് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാവരും സമാധാനമായി. അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നമാവും. ഭൂകമ്പം ഉണ്ടായാൽ പ്രശ്നം അല്ല, ബാക്കിയുള്ളവർ വീണ്ടും ചോദിക്കുമല്ലോ, അല്ലെ ഭിത്തിയൊക്കെ കോൺക്രീറ്റ് താങ്ങുവോ? അത് കഴിയില്ല, അതിന് പില്ലറടിച്ചിട്ട് വേണം ചെയ്യാൻ. അതാണ് എൻ്റെ ഒരു നമ്മൾ അതിനകത്തൊക്കെ ഒരു പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ
ഈ ഒരു പൊങ്ങച്ച ഫാക്ടർ അതിനകത്തുണ്ട്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പിന്നെ ഓടിച്ച് നടക്കുന്ന ഒരാളാണെന്ന് അറിയപ്പെടാൻ ചിലപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വിചാരിക്കുക. പക്ഷെ അതിൻ്റെയുള്ള ഒരുപാട് ഗൃഹപാഠങ്ങൾ ചെയ്യാതെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടരുതെന്നുള്ളൊരു ഇതൊരു പൈസയുടെ മാത്രമല്ല, നമുക്കത് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷനിലും നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു, അവിടുത്തെ ലോക്കൽ പത്രങ്ങളിൽ. അതായത് ഒരു പ്രവാസി വ്യവസായി ഒരു ഹെലികോപ്റ്റർ മേടിച്ചു എന്നുള്ളത്. അതിനെ 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പം ഒരു പ്രവാസി വ്യവസായി ഒരു ഹെലികോപ്റ്റർ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പറയില്ല, നമ്മുടെ ഗസ്റ്റ് വർക്കേഴ്സ്, നമ്മുടെ അതിഥി തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് വീട് ഒരു വലിയ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിൽ ഒരു വലിയ മാളിക മേടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതൊരു വാർത്തയല്ലേ. അതുപോലെ തന്നെ ഒരു വാർത്ത അതിനെ 2 തരത്തിൽ വായിക്കാൻ കഴിയുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ വന്ന് ഒരു ഹെലികോപ്റ്റർ മേടിച്ച് ഏതായാലും ആ ഭൂതം എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോയി, ഞാൻ രക്ഷപ്പെട്ടു. ഞാനിപ്പോഴും അതുകൊണ്ട് വളരെ ഹാപ്പിയായിട്ട് കാറിൽ സഞ്ചരിക്കുന്നു. 6 12 മണിക്കൂർ സഞ്ചരിച്ചാൽ എനിക്ക് മനസ്സമാധാനമുണ്ട്. ഇനി ഡ്രോണിൻ്റെ പാസഞ്ചർ ഡ്രോൺസിൻ്റെ ഒക്കെ കാലം വരും നമുക്ക് ചിന്തിക്കായിരിക്കും, നമുക്കത് വീണ്ടും ആലോചിക്കാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് അവർ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഡെലിവറിക്ക് അവർ സാധനങ്ങൾ യൂസ് ചെയ്യാം. അല്ല, US എനിക്കൊന്ന് ഒരു കമ്പനി ഇപ്പം ഡ്രോൺ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത് $1,00,000 ഏകദേശം ഇപ്പോൾ ഇന്ത്യൻ മണി അനുസരിച്ച് 91 ലക്ഷം രൂപ കൊടുത്താൽ ഒരാൾക്ക് ട്രാവൽ ചെയ്യാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നൊവേഷൻ നടക്കുന്ന ഒരു മേഖല ഇപ്പം, ഞാൻ ഡ്രോണെന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെ സമയം ലാഭിക്കാമെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ സാധാരണ കൊമേഴ്സ്യൽ ഫ്ലൈറ്റുകൾ, പാസഞ്ചർ ഫ്ലൈറ്റുകൾ സഞ്ചരിക്കുന്ന പറഞ്ഞാൽ 1000 കിലോമീറ്ററിൽ താഴെയാണ്. അതായത് 900 to 1000 കിലോമീറ്റർ. മാക് 1 ബിലോ മാക് 1 എന്നാണ് പറയുന്നത്. അപ്പം അതിനെ എങ്ങനെ മാക് 2 ആക്കാം, എങ്ങനെ മാക് 3 ആക്കാം എന്നുള്ളതാണ് ഇന്നോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് ഇന്ത്യയിലേക്കും അല്ലെങ്കിൽ ന്യൂയോർക്കിൽ നിന്ന് സിംഗപ്പൂരിലേക്കൊക്കെ എത്രയും കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ട് എത്താം എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ നിലവിൽ 19 മണിക്കൂർ എടുക്കുന്നത് ഒരു 4 മണിക്കൂറും 5 മണിക്കൂറും ഉണ്ട്. അവിടെയാണ് ഈ മറ്റേ എലോൺ മസ്കിൻ്റെ കമ്പനികൾ ഹൈപ്പർ ലൂപ്പ് പോലുള്ള സംഗതികളൊക്കെ അതിനു വേണ്ടിയുള്ള പിന്നെ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഫാസ്റ്റ് റെയിൽവേ ലൈൻ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ആർക്കാണ് എത്ര സ്പീഡിൽ പോകേണ്ടത്. ഈ പറഞ്ഞാൽ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞത്, അത് കാസർഗോഡ് പിന്നെ ഉണ്ടാക്കിയ ഒരു അപ്പം തിരുവനന്തപുരത്ത് വന്ന് വിറ്റിട്ട് പിറ്റേ ദിവസം അന്ന് തന്നെ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞത് തന്നെ വേറൊരു അർത്ഥത്തിലൊക്കെ എടുത്ത് പുള്ളി ചിലപ്പോൾ ഒരു സാന്ദർഭികമായിട്ടൊക്കെ പറഞ്ഞതായിരിക്കാം. അല്ല, ഞാൻ പറയുന്ന സ്പീഡ് മനുഷ്യന് ഇപ്പം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, കാസർഗോഡ് നിന്ന് ഒരാൾ തിരുവനന്തപുരത്ത് വന്ന് RCC നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ വന്നൊരു ചെക്കപ്പ് കഴിഞ്ഞ് അന്ന് തന്നെ തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണ്ടതല്ലേ. നമുക്ക് മനുഷ്യന് സാമ്പത്തികമായിട്ട് എന്തുമാത്രം നേട്ടം, എന്തോരം റിസോഴ്സസ് നമ്മുടെ സ്റ്റേറ്റിന് നമ്മൾ സേവ് ചെയ്ത്, നമ്മൾ ആ ആസ്പെക്റ്റിലാണ് നോക്കേണ്ടത്. നമ്മൾ അവിടുന്ന് ഒരു മനുഷ്യൻ കാർ എടുത്ത് വരുമ്പം നമ്മുടെ സർക്കാരിൻ്റെ എന്തോരം റിസോഴ്സസ് ആണ് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തോരം സബ്സിഡൈസ്ഡ് ഫ്യൂവലാണ് ഒരാൾ കത്തിക്കുന്നത്. എന്തോരം ഒരു ആക്സിഡൻറ്റ് നടക്കി ഒരു മനുഷ്യൻ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ, ഒരു ഗവൺമെൻറ് ആശുപത്രി എത്തുമ്പോൾ സർക്കാർ എന്തുമാത്രം പൈസ അതിൽ സ്പെൻഡ് ചെയ്യുന്നത് അറിയും. നല്ല റോഡുകളും നല്ല ഗതാഗത സംവിധാനം, രാഷ്ട്രീയമായിട്ട് എടുക്കരുത്, നല്ല റോഡുകളും നല്ല ഗതാഗത സംവിധാനങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ സർക്കാരിനാണ് അതിൻ്റെ എല്ലാം സേവിങ് വരുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു ആക്സിഡൻറ്റ് നടത്തി ഒരാൾ പാരലൈസ് ആയി കഴിഞ്ഞാൽ അയാളെ കൊണ്ടുനടക്കാനുള്ള പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഇൻഷുറൻസ് കമ്പനി എന്തോരം പൈസകൾ അവർ ചിലവഴിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം വളരെ സ്മാർട്ടായിട്ട് നമ്മുടെ ഇന്റർവ്യൂവിന് വരെ പല ആൾക്കാരും വന്ദേ ഭാരതിൽ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. വളരെ സ്മാർട്ട്. ഇന്ന് ഇന്ത്യയിൽ വന്ദേ ഭാരത് എവിടെയെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സ്ഥലം കേരളമാണ്. അപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ ആകെയുള്ളൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ റെയിൽവേയിലൊക്കെ പണ്ടെന്ന് പറഞ്ഞാൽ നിലമ്പൂർ കാട്ടിൽ നിന്ന് തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സായിപ്പുണ്ടാക്കിയ വളഞ്ഞ ലൈനുകളാണ്. അപ്പോൾ ആ സാധനങ്ങളെയൊക്കെ ഒന്ന് നിവർത്തി, കേരളത്തിന് അതിൻ്റെതായ സ്ഥലപരിമിതികളും ഭൂമി ഏറ്റെടുക്കൽ പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെയൊക്കെ ഒന്ന് നിവർത്തി ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 200, ഇപ്പോൾ ഇന്തോനേഷ്യ പോലെ ഒരു സ്ഥലത്ത് 330 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുണ്ട് ഇന്തോനേഷ്യയിൽ. ഒരു മണിക്കൂറിൽ 330 കിലോമീറ്റർ ഓടുന്ന ഫാസ്റ്റ്, പിന്നെ എന്താ പറയുന്നത്, ഹൈപ്പർ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളുണ്ട്. അപ്പം നമ്മളെ ബുള്ളറ്റ് ട്രെയിനുകളാണ്. നമ്മളിപ്പോൾ ഉള്ള 4 മണിക്കൂർ കാറിൽ പോകുന്ന സാധനം ഇപ്പോൾ 30 മിനിറ്റ് ഇപ്പോഴും 150 കിലോമീറ്റർ ആയിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ശരാശരി ആവറേജ് സ്പീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 80 കിലോമീറ്റർ 70 കിലോമീറ്ററാണ് ഒരു ട്രെയിനിൻ്റെ സ്പീഡ്. അതിനേക്കാളും ഫാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ എനിക്കിപ്പോൾ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും കണ്ണൂർ പോയിട്ട് വരാം. ഒരു ഇപ്പം 4 മണിക്കൂർ എടുക്കുന്നുണ്ട്. 2 മണിക്കൂർ എത്തുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും പോയിട്ട് വരാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചത്? എല്ലാത്തിനെയും രാഷ്ട്രീയവൽക്കരിച്ച് രാഷ്ട്രീയത്തിൻ്റെ കണ്ണിൽ കൂടെ കാണുക എന്നുള്ളതും നമ്മളീ പറഞ്ഞ പോലെ എന്തുകൊണ്ട് കേരളത്തിൽ വ്യവസായങ്ങൾ തുടങ്ങാൻ ആൾക്കാർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അതിനകത്തുമുണ്ട്.